അവിടെ കാലിലെ ചോറി എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ എന്നോട് കണ്ടിട്ട് എൻ്റെ അമ്മ കാണാൻ വയ്യ, അത്രയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരോട് ചോദിക്കാം, എന്താ വെച്ചാൽ ഇവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞു കൊടുക്കണേ, അവർ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇങ്ങോട്ട് വരുമോ? അതിന്റെ മരുന്ന് നമ്മളെ മുറ്റത്ത് തന്നെ ഉണ്ട്. ഇതാണ് സാധനം. പുങ്കെന്നും പറയും. പുങ്കെണ്ണ കടയിലൊക്കെ, മരുന്ന് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പുങ്കെണ്ണ. ഇത് എല്ലാതരം കുഷ്ഠരോഗത്തിന്റെ ഒരു ദിവ്യ ഔഷധമാണ്. ഇത് വേനൽക്കാലത്താണ് തളിർക്കുക, മഴക്കാലത്താണ് ഇല കൊഴിയുക. അതാണ് ഇതിന്റെ അതേപോലെ എല്ലാതരം ഉദര രോഗങ്ങൾക്കും വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ്. വയറ്റിലുള്ള എല്ലാ തരം കൃമികളും ഇതുകൊണ്ട് നശിക്കും. അതുപോലെ മോണയിലുള്ള രക്തസ്രാവം, ഇതിന്റെ കമ്പെടുത്തിട്ട് പല്ല് തേച്ചാൽ ശരിക്കും മാറിപ്പോ. നമ്മൾ വേപ്പിന്റെ തണ്ട് കൊണ്ട് പല്ല് തേക്കുന്ന പോലെ തന്നെ ഇതിന്റെ തണ്ടെടുത്തിട്ട് ചതച്ചിട്ട് നമ്മൾ പല്ല് തേക്കുക. ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മധ്യപ്രദേശ് നന്നായാൽ ഉത്തർപ്രദേശ് നന്നാവും. അതിന് നമ്മൾ അത് മധ്യപ്രദേശ് നന്നോ എന്നറിയാനാണ് നമ്മൾ കന്യാകുമാരിയിലേക്ക് നോക്കുക. ശോധന ക്ലിയർ ആണെങ്കിൽ മധ്യപ്രദേശ് റെഡിയാണെങ്കിൽ കുടലും തലച്ചോറുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇതിൻ്റെ ഇലയും തണ്ടും പൂവും കായും വേരും എല്ലാം മരുന്നുകളാണ്. ഈ തളിരല ചവച്ച് തിന്നാൽ വായ്പുണ്ണ് മാറും. അതേപോലെ തളിരല സ്ഥിരമായിട്ട് കഴിച്ചാൽ വയറ്റിലുള്ള അൾസർ മാറും. ഇത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഈ വെള്ളരി നീര് അല്ലെങ്കിൽ കുമ്പള നീരിൽ ചേർത്ത് കഴിച്ചാൽ വെറുതെ ഒന്ന് കഴിച്ചാൽ വയറിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും. സ്ഥിരമായ ഗ്യാസ് ട്രബിൾ, IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഇതെല്ലാം മാറിപ്പോകുന്ന ഒരു മഹത്തായ ഔഷധമാണ്. മാത്രമല്ല ഇത് നമ്മുടെ പരിസ്ഥിതിയെ വളരെയധികം സഹായിക്കുന്ന ഒരു വൃക്ഷമാണ്. ഏകദേശം 18 മീറ്ററോളം ഉയരത്തിൽ പടർന്ന് പന്തലിച്ച്, എന്നാൽ കൊമ്പ് പൊട്ടി വീണ് വഴിയിൽ കിടന്ന് തടസ്സമുണ്ടാക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. നല്ല രീതിയിൽ തണൽ തരും, അന്തരീക്ഷത്തെ തണുപ്പിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ എന്തൊരു തണുപ്പാണ് വേനൽക്കാലത്തൊക്കെ ഈ 2-3 മരങ്ങൾ ചുറ്റുപാടുമുള്ളതുകൊണ്ട്. അപ്പോൾ അതേപോലെ അതിൽ ഏറ്റവും വലിയ സേവനം നൽകുന്നൊരു ചെടിയാണ് ഇത്. അതിപ്പോൾ അവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം ചെയ്യേണ്ടത്. എന്നാലും നിനക്ക് അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഈ മരത്തിൻ്റെ വേരിൻ്റെ നീരെടുക്കുക, എന്നിട്ട് അത് വേപ്പിലയുടെ നീരും കരിനൊച്ചി ഇലയുടെ നീരും ചേർത്തിട്ട് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മളൊരു ഫ്രിഡ്ജിലോ മറ്റോ സൂക്ഷിക്കുക. എന്നിട്ട് അത് ഡെയിലി എടുത്തിട്ട് കാലിന് പുരട്ടുക. പിന്നെ കൂടാതെ നമ്മൾ സോപ്പ്, കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കരുത്. അത്രയും അത് ഒരു 21 ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്രണവും കുഷ്ഠരോഗം വരെ സുഖപ്പെടും എന്നാണ് ഇതിൻ്റെ ഒരു വിധി. ഒന്ന് കഴിച്ചു. ഇതിന്റെ തളിരലയാണ് കഴിക്കേണ്ടത് കൃമിദോഷത്തിന്. പക്ഷെ ഇത് മൂത്തിയലയാണ്. പക്ഷെ ഇതിന്റെ നീര് നമുക്ക് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു കയ്പോ ടേസ്റ്റോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇളയല്ല തോരൻ വെക്കാൻ ഉപയോഗിക്കാറുണ്ട്. തോരൻ കറികളിലൊക്കെ ഉപയോഗിക്കും. ചമ്മന്തി അരയ്ക്കും അതിൽ ചേർത്തിട്ട് ത്വക്ക് രോഗങ്ങളുള്ളവർക്കൊക്കെ, താരനുള്ളവർക്കൊക്കെ കഴിക്കാം. കാരണം താരൻ അടിസ്ഥാനപരമായിട്ട് താരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ചെറുകുടലിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് താരനുള്ളവർക്കും ചെറുകുടൽ നന്നായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ദഹനരസങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ താരന് കുറവുണ്ടാവും. അപ്പോൾ ഇതിന് ഒരുപാട് രോഗങ്ങൾക്ക് താളിയായിട്ട് ഉപയോഗിക്കാമെന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ട്. പഥ്യങ്ങൾ ഏത് ത്വക്ക് രോഗത്തിനും രക്തശുദ്ധിയാണല്ലോ ആവശ്യം. രക്തശുദ്ധി വരുത്തുന്ന ഒരു ഔഷധം കഴിക്കുമ്പോൾ നമ്മൾ രക്തശുദ്ധിക്ക് യോജിക്കാത്ത യാതൊന്നും നമ്മൾ കഴിക്കരുത്. അപ്പോൾ ഏറ്റവും നല്ല ആഹാരം അതിനാണ് പഥ്യം എന്ന് പറയാം. അപ്പോൾ ശരീരത്തെ കേടുവരുത്തുന്ന, രക്തത്തെ മലിനമാക്കുന്ന എല്ലാ ആഹാരങ്ങളും ഒഴിവാക്കുക. നല്ല ആഹാരങ്ങൾ മാത്രം കഴിക്കുക. അത്രയും ചെയ്തിട്ട് ഇതും പുരട്ടി കഴിഞ്ഞാൽ ഏത് ത്വക്ക് രോഗങ്ങൾക്കും ശമനം ഉണ്ടാവും.